വാഗ്നർ VXi സിംഗിൾ ഓണർ 2015 മോഡൽ 55,000 കിലോമീറ്റർ. വാഗ്നർ VXi ഓട്ടോമാറ്റിക് 2017 മോഡൽ സെക്കൻഡ് ഓണർ. ഓട്ടോമാറ്റിക് 2021 മോഡൽ സിംഗിൾ ഓണർ 16,000 കിലോമീറ്റർ. ക്രിസ്റ്റ ബി വേരിയൻറ്റ് 2017 മോഡൽ തേർഡ് ഓണർ 96,000 കിലോമീറ്റർ. വാഗ്നർ LXi സിംഗിൾ ഓണർ, റീപ്ലേസ് ആക്സിഡൻറ്റ് ഒന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ആലങ്കോട് ചാത്താമ്പാറ, അതായത് ആറ്റിങ്ങൽ, തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഭാഗത്ത് ആലങ്കോട് ചാത്താമ്പാറ എന്ന് പറയുന്ന ഭാഗത്തുള്ള ലക്ഷറി റൈഡ് യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോഴും പറയാനുള്ളത്, കാരണം അത്രയും നല്ല ക്വാളിറ്റി കാറുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വില എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അത്യാവശ്യം മാന്യമായ വിലയിൽ സിംഗിൾ ഓണർ വണ്ടികളാണ് തോനെയുള്ള, പിന്നെ ഒന്നോ രണ്ടോ വണ്ടികൾ അതർ സ്റ്റേറ്റ് വണ്ടികളും കാണാവുന്ന നല്ല നല്ല വണ്ടികൾ സ്ഥിരം കിടക്കുന്ന നല്ലൊരു ഷോപ്പാണ്, വിശ്വസിക്കാവുന്ന ഒരു ഷോപ്പാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള 70 രൂപയുടെയൊക്കെ വണ്ടികളും ഉണ്ട് കേട്ടോ. 1 ലക്ഷം രൂപയ്ക്കൊക്കെ ഉള്ള വണ്ടികളുണ്ട്. ചെറിയ വണ്ടികൾ അത് തോനെ അവരിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കടയിലുള്ള കടക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്നെടുക്കുക എന്നുള്ള രീതിയിലാണ് അവർ തോനെയും മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വന്ന് എടുക്കണ്ടെന്നല്ല, അവർ തോനെയും പ്രാധാന്യം അതിനാണ് കൊടുത്തേക്കുന്നത്. അവർ അത്തരത്തിലുള്ള വണ്ടികൾ, ചെറിയ വണ്ടികൾ വിൽക്കുന്ന ഒരു ടീമല്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. അത്തരത്തിലുള്ള വണ്ടികളുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്നവർക്കും എടുക്കാവുന്ന നല്ലൊരു ഷോപ്പാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നല്ല നല്ല വണ്ടികൾ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, ഇനി അങ്ങോട്ട് മഴയൊക്കെ വരില്ലേ, അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് മഴ നനയാതെ പോകാം എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്നത് യൂസ്ഡ് വണ്ടി മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിച്ച് വന്നെടുക്കാവുന്ന നല്ലൊരു ഷോപ്പാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയിട്ട് വരാം. ക്രിസ്റ്റ ബി വേരിയൻറ്റ് 2017 മോഡൽ തേർഡ് ഓണർ 96,000 കിലോമീറ്റർ. ജെന്യുവൻ കിലോമീറ്ററാണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. വണ്ടിക്കൊക്കെ കൊള്ളാം, നീറ്റായിട്ടിരിപ്പുണ്ട്. ആക്സിഡൻറ്റ് കേസ് വല്ലതും ഉണ്ടോ? ഇല്ല. ആക്സിഡൻ്റൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഓവറോൾ എല്ലാം ആ രീതിയിൽ വൃത്തി തന്നെ. ഡോർപ്പാളൊക്കെ നോക്കിയാൽ തന്നെ നീറ്റായിട്ടിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 15 ലക്ഷം. എത്ര രൂപ ഇറക്കാൻ പറ്റും ചേച്ചി? എത്ര രൂപ ഇറക്കാൻ പറ്റും? 12 ഫിനാൻസ് വരെ കിട്ടും. ഇപ്പോൾ ഒരു 3 ലക്ഷം രൂപ വേണം. 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ 2.8G ഓട്ടോമാറ്റിക് 1.35 പോയിട്ടുണ്ട്. കിലോമീറ്റർ ഒറിജിനൽ പറയാൻ പറ്റുമോ? ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയല്ലേ? അതെ. കിലോമീറ്റർ ജെന്യുവനാണോ? കിലോമീറ്റർ ജെന്യുവനാണ്. ഓണർഷിപ്പ് എത്ര? സിംഗിളിൽ കിടക്കാം. സിംഗിള്. ഓക്കെ. വണ്ടിക്കാകം നീറ്റാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഓക്കെ. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം കൊള്ളാം, നല്ല രീതിയിലുണ്ട്. എത്ര ചോദ്യം? വിത്ത് NOC 1150, ഇല്ലെങ്കിൽ 1275. രണ്ട് വില. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട് കേട്ടോ. ചെറിയ സ്ക്രാച്ച് ഉണ്ട്, അല്ലാതെ വേറെ ഒന്നും പറയത്തൊക്കെ കാണുന്നില്ല. എക്കോ സ്പോർട്ട് സെക്കൻഡ് ഓണർ 2 ലക്ഷം കിലോമീറ്റർ 2014 മോഡൽ. ഇതിൻ്റെ ടൈമിംഗ് ചെയിനൊക്കെ അതെല്ലാം കഴിഞ്ഞിടക്കാം. ലാസ്റ്റ് പ്രൈസ് 350. വണ്ടിക്കാകെ കൊള്ളാം. ഇവിടെ ഡ്രൈവർ സീറ്റ് ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട്. റീപ്ലേസോ ആക്സിഡന്റ് ഒന്നും ഇല്ല കേട്ടോ. കൊള്ളാം, വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല, ആക്സിഡന്റ് ഇല്ല, നീറ്റ് വണ്ടിയാ. ഓക്കെ. വണ്ടിക്കാകെ ഒക്കെ നോക്കിയാലൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. ടയറ് അത്ര അങ്ങോട്ട് നല്ലതല്ല, ടയർ ചിലപ്പോൾ മാറേണ്ടി വരും. പക്ഷേ മാറേണ്ടി വരാൻ മാത്രമില്ല, എന്നാലും ഉണ്ട് കേട്ടോ, ഉണ്ട്. ഇത് കൊള്ളാം, ഇത് നല്ല ടയർ കിടക്കുന്നത്. പിന്നെ ഈ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വണ്ടി കാണാനൊക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. വാഗ്നർ VXi ഓട്ടോമാറ്റിക് 2017 മോഡൽ സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എന്തുവാ? 86,000. 86. ടയർ കൊള്ളാം, കുഴപ്പമില്ല. ഒരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്.
വണ്ടിക്കകം കാണാനൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. കൊള്ളാം. വണ്ടിക്കകമൊക്കെ ഓക്കെയാണ്. എത്ര ചോദ്യം? 4 ലക്ഷം രൂപയാണ് ചോദ്യം. ഒരു 50 രൂപ കണ്ടെങ്കിൽ ഇത് ഇറക്കി കൂടെ? തീർച്ചയായിട്ടും ഇറക്കാൻ പറ്റും. വണ്ടി നീറ്റാണ്. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഡാറ്റ്സൺ 2017 മോഡല്, സിംഗിൾ ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 76,000. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? അതെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എത്ര ചോദ്യം? 180. ടയറിൻ്റെ കണ്ടീഷൻ ആവറേജ് താഴെയാണ് കണ്ടീഷൻ കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. വണ്ടി അല്ലാത്ത രീതിയിൽ കാണാൻ, ബോഡിയൊക്കെ കാണാൻ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ സ്ക്രാച്ച് അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല. ഓവറോൾ മൊത്തത്തിൽ കാണാനൊക്കെ കൊള്ളാം. ഇപ്പോൾ ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ തന്നെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. കൊള്ളാം. ഫ്രണ്ട് ടയറിൻ്റെ ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ അത് ഇച്ചിരി ഉണ്ട് കേട്ടോ. ആവറേജിന് മണ്ടയുണ്ട്. അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. ഇയോൺ ഇറ പ്ലസ് 2013 മോഡല്, സിംഗിൾ ഓണർ, 87,000 കിലോമീറ്റർ. ജെനുവിനാണ്? അതെ, ജെനുവിൻ കിലോമീറ്റർ. 2 ഡോർ പവർ വിൻഡോ വണ്ടിയാണ്. വണ്ടിക്ക് അകമൊക്കെ നോക്കിയാൽ അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? 145. 2013 അല്ലേ? 2013 മോഡല്. ബാക്ക് സൈഡൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. ടയറിൻ്റെ ഒരു കണ്ടീഷൻ പറയാമെന്നുണ്ടെങ്കിൽ ആവറേജിന് മുകളിലായിട്ട് നിൽക്കുന്നൊരു ടയറുണ്ട്. വലിയ തരക്കേടില്ലാത്ത ടയറാണ് കിടക്കണം. പിന്നെ അതേപോലെ ബോഡിയൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് കിടപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ബോഡി ഷേപ്പിലൊന്നും വ്യത്യാസമൊന്നുമില്ല. കുറച്ച് സ്ക്രാച്ച് ഉണ്ട് ബാക്ക് സൈഡ് വരുമ്പം, ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അല്ലാത്ത വർഷം വേറെ ഒന്നും കണ്ടില്ല. വേറെ പറയത്തക്ക എന്തെങ്കിലും അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ കുഴപ്പമില്ല, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വാഗ്നർ VXi സിംഗിൾ ഓണർ, 2015 മോഡല്, 55,000 കിലോമീറ്റർ. കളർ ചേഞ്ച് ഒക്കെ ചെയ്ത കമ്പനി സർവീസ് ഹിസ്റ്ററിലെ വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ മാത്രം പോയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ സീറ്റ് ആ രീതിയിലൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെ നടപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. അതൊന്നും കുഴപ്പമില്ല. ടയറിൻ്റെ കണ്ടീഷൻ ഒരു ആവറേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എത്ര ചോദ്യം? 290. 290. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓട്ടോമാറ്റിക് 2021 മോഡല്, സിംഗിൾ ഓണർ, 16,000 കിലോമീറ്റർ. 16,000 കിലോമീറ്ററോ? ഏത് വർഷമായിരുന്നു? 2021. കിലോമീറ്റർ ജെനുവിനാണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഇത് ഡീസലോ പെട്രോൾ? പെട്രോൾ. ഓക്കെ. ടയർ കണ്ടീഷൻ ഫസ്റ്റ് ടയർ ഞാൻ കിടക്കുന്നത് കൊള്ളാം. ടയർ കൊള്ളാം, വൃത്തിയായിട്ടാണ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? 760. ബോഡിക്ക് വേറെ വലിയ സ്ക്രാച്ചോ അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒന്നുമില്ല. നീറ്റാണ്. ആ രീതിയിൽ വണ്ടി കൊള്ളാം. ഓഡി Q3 2013 മോഡല്, സെക്കൻഡ് ഓണർ, 1,00,000 കിലോമീറ്റർ. 1,00,000 ഡീസൽ? ഡീസൽ. ഓക്കെ. ഇതിൻ്റെ സർവീസ് എങ്ങനെയാണ്? ഈ 1,00,000-ത്തിലാണോ അതോ അതിൽ കൂടുതലാണോ? സർവീസ് ഇപ്പോൾ കഴിഞ്ഞോ? വണ്ടി നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഒന്നും കുഴപ്പമില്ല. കേരളയാണ്. കേട്ടില്ല. ഇത് കേരളയാണ്, റിയല്ല. ഓക്കെ. ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? എത്ര ചോദ്യം? 180. 180 ഓടിയില്ലേ? കൊള്ളാം. ഫ്രണ്ട് ടയർ ഫ്രഷ് ടയറാണ് കേട്ടോ, പുത്തൻ ടയറാണ്. വാഗ്നർ LXi സിംഗിൾ ഓണർ, റീപ്ലേസ് ആക്സിഡൻറ്റ് ഒന്നുമില്ല, 2015 മോഡല്. 15. ലാസ്റ്റ് പ്രൈസ് 240. അത് എന്തെങ്കിലുമൊക്കെ കുറയൂ? ഇല്ല, ലാസ്റ്റ് പ്രൈസാ പറഞ്ഞ. ലാസ്റ്റ് പ്രൈസ് പറഞ്ഞാൽ ഇനിയൊരു ബാർഗനിങ് ഇല്ല? വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതിലൊരു ബാർഗനിങ് ഇല്ല. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ലാസ്റ്റ് പ്രൈസ് ആണോ? അതെ. അത് ശരി. ഈ ടയർ മാറി കൊടുക്കും. ഇത് മൊട്ടയാ?
ആ ആ ടയർ മാറി കൊടുക്കുമോ? മുട്ട ടയറാണ്. ആ ഓക്കെ. 240. ആ ഓറ സിംഗിൾ ഓണർ 2021 മോഡല് 48,000 കിലോമീറ്റർ വേരിയൻ്റ് SX. 48 കിലോമീറ്ററോ? അതെ, ജനുവൻ കിലോമീറ്റർ ആണ്. എങ്ങനെയാണ് കമ്പനി സർവീസിൽ നിൽക്കുന്ന അതെ വണ്ടിയാണോ? അതെ. ഓക്കെ. വണ്ടിക്കകമൊക്കെ നീറ്റാണ്. നല്ല ഭംഗിയായിട്ട് സീറ്റ് കവറൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. കൊള്ളാം. ഓവറോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? 450 ലാസ്റ്റ്. 450, അതായത് 4 രൂപ. കൊള്ളാം. വണ്ടി നല്ല നീറ്റായിട്ടുണ്ട്. ഡീസൽ പെട്രോളാ? പെട്രോൾ. ബീറ്റ് 2011 മോഡല് സിംഗിൾ ഓണർ 56,000 കിലോമീറ്റർ. പ്രൈസ് 1 ലക്ഷം. ഒന്നാണോ ചോദിക്കുന്നത്? റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. വണ്ടി കാണാനൊക്കെ കുഴപ്പമില്ല, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. ടയർ കൊള്ളാം. എന്താണ് ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, അതേ ഉള്ളൂ. അല്ല വേറെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഓവറോൾ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പെയിൻറ്റ് ഫീഡോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ആ രീതിയിൽ വണ്ടി നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കെ. 1 ലക്ഷം. 1 ലക്ഷം. ആൾട്ടോ 2006 മോഡല് 3rd ഓണർ 1 ലക്ഷത്തിന് മുകളിൽ പോയിട്ടുണ്ട്. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല. ഇതിനും ഇല്ല? ഇല്ലില്ല. നല്ല സീറ്റ് കവറൊക്കെ ആയിട്ട് വൃത്തിയായിട്ട് പണിഞ്ഞിട്ടിട്ടുണ്ട്. എത്ര ചോദ്യം? 70 രൂപ. ഒന്ന് സർവീസ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇച്ചിരി പെയിൻറ്റ് പരിപാടികളുണ്ട്. അതൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ വണ്ടികളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ വണ്ടികൾ എടുക്കില്ല? ഇല്ല. ഓക്കെ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മറ്റേ കടക്കാർക്കായിട്ട് ഇട്ടേക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞ വണ്ടികൾ ഇതൊക്കെയാണ്. താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. ആൾട്ടോ LXi 2010 മോഡല് സിംഗിൾ ഓണർ 71,000 കിലോമീറ്റർ. ഏത് വർഷമായിരുന്നു? 10. ടെസ്റ്റ് കഴിഞ്ഞു ഇപ്പോൾ. കിലോമീറ്റർ ജെന്യൂനാണോ? ജെന്യൂൻ കിലോമീറ്റർ. അതിനകത്തൊരു ആൻഡ്രോയിഡ് ഇരുന്നതെന്ന് തോന്നുന്നു. അത് ഇളക്കിയിട്ടായിരിക്കും അവർ കൊടുത്തത്. ഇപ്പോൾ അത് കാണുന്നില്ല. പക്ഷേ വണ്ടിക്കകമൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലും അതിൻ്റെ ഒരു കണ്ടീഷൻ ഇങ്ങനെയാണ്. വലിയ അപാകതകളൊന്നും കാണാനില്ല. പിന്നെ ടയർ പറയുകയാണെങ്കിൽ നല്ല ടയർ കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല ടയറുണ്ട്. ഇച്ചിരി പെയിൻറ്റ് വർക്കുകൾ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. എത്ര ചോദ്യം? 70. കൊള്ളാം. ഈ വണ്ടി മറ്റേ നേരത്തെ കണ്ട ആൾട്ടെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറേ കൂടി നല്ല വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 2.8Z ക്രിസ്റ്റ. വർഷം ഏതാണ്? 2017 മോഡല് 1.46 പോയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. സർവീസ് കഴിഞ്ഞിരിക്കുകയല്ലേ? അതെ അതെ. ഓട്ടോമാറ്റിക്കാണ്. കൊള്ളാം. വണ്ടിക്കകമൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദ്യം? വിത്ത് NOC ആണെങ്കിൽ 1350 അല്ലെങ്കിൽ 1550. കിലോമീറ്റർ ഒക്കെ ജെന്യൂനാണ്? ജെന്യൂൻ കിലോമീറ്റർ. വണ്ടിക്കകമൊക്കെ കൊള്ളാം. നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. ടയറിൻ്റെ കണ്ടീഷൻ വേണമെങ്കിൽ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലെന്നുള്ളത് വിശ്വസിക്കാവോ? കാരണം ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയല്ലേ, അതുകൊണ്ട് അങ്ങനെ ഞാൻ ചോദിക്കുന്നത്. അല്ല, അതർ സ്റ്റേറ്റ് വണ്ടി ആകുമ്പോൾ നിങ്ങൾക്ക് ഇല്ല, നമ്മൾ ചെക്ക് ചെയ്തെടുത്തതാ. ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല. എത്ര ചോദ്യം? എത്ര? 1550. വിത്ത് NOC ആണെങ്കിൽ 1350. ആൾട്ടോ 800 VXi ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ 2015 മോഡല്. 2015. ഓക്കെ. ഓട്ടോമാറ്റിക്കാണ്. വണ്ടി 88,000 കിലോമീറ്റർ. കൊള്ളാം. 2.75. 2.75. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ബാക്ക് സൈഡൊക്കെ ഓക്കെയാണ്. ടയറിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം മാന്യമായ ടയർ കിടപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ സൂപ്പർ വണ്ടി തന്നെ, ഒന്നും കുഴപ്പമൊന്നുമില്ല. സാധാരണ കളർ ഫെയ്ഡ് വരുന്ന വണ്ടിയാണ്. ഇതിനകത്ത് കളർ ഫെയ്ഡ് എന്ന് പറയാൻ വന്നേക്കുന്നത്
ഈ മിററിൽ മാത്രമാണ് കേട്ടോ, വേറെ ബോഡിയിലൊന്നും അങ്ങനെയുള്ള വന്നിട്ടില്ല. മിററിൽ മാത്രം രണ്ട് മിററിലും അങ്ങനെ വന്നിട്ടുണ്ട്. വേറെ കംപ്ലയിൻസ് ഒന്നും കാണുന്നില്ല. ഓരോ വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. തീരെ മോശമെന്ന് പറയാനുള്ള വണ്ടികളില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അങ്ങ് ബാക്ക് സൈഡ് ഞാൻ കാണിച്ചെന്ന ആ ഓൾട്ടോ ഒക്കെ ഇവർ സത്യത്തിൽ പ്രേക്ഷകർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല കാണിച്ചേക്കുന്നത്. ഇത് എടുത്ത് കൊണ്ടുപോയി ഇപ്പോൾ ഈ കുറഞ്ഞ വിലയൊക്കെ വണ്ടികൾ വിൽക്കുന്ന ചില ചേട്ടന്മാർ കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. പിന്നെ പ്രേക്ഷകരായിട്ടുള്ളവർക്ക് ഇത് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വന്ന് എടുക്കാം. അവർ ഇത്തരത്തിലുള്ള വണ്ടികൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ക്വാളിറ്റി ബേസ്ഡ് വണ്ടികളെ കൊടുക്കുന്നുള്ളൂ. ഒരുപാട് പഴകിയ വണ്ടികൾ നമ്മളങ്ങനെ സെയിൽ ചെയ്യാറില്ല. വേറെ ഏതെങ്കിലും ഷോപ്പിന് കൊടുക്കാനാണ് താല്പര്യം എന്നുള്ള രീതിക്കാണ് പറയുന്നത്. കാരണം അവരുടെ അടുത്ത് കുറച്ചുകൂടിയൊക്കെ പണിതെടുക്കുമായിരിക്കും. ഇവർക്ക് ഈ രീതിയിൽ തന്നെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കിടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച എല്ലാ ടൈപ്പ് വണ്ടികളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതർ സ്റ്റേറ്റ് വണ്ടികളായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇഷ്ടം പോലെ വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് പ്രതീക്ഷിച്ചോളുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ആ വിളികളൊക്കെ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.